കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിനി ഈ ബ്രെയിൻ ഉണ്ടായിട്ടും ബ്രെയിൻ ഇല്ലാത്ത കളി കളിക്കരുത്. അത് കൊണ്ടുവരാൻ കഴിവുള്ളത് BJPക്കാണ്, അത് കൊണ്ടുവരാൻ താല്പര്യമുള്ളത് BJPക്കാണ്. അവരുടെ മന്ത്രം വികസനമാണ്, അഴിമതി രഹിത വികസനം. അവർ ടെററിസം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പണ്ടൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഇത് എന്തോ ഒരു തീവ്ര ഹിന്ദു ആണെന്ന്. എന്തോന്ന് തീവ്ര ഹിന്ദു? തീവ്ര ഭാരതീയതയാണ് എന്ന് വേണം പറയാൻ. ഒരു ഭാരതീയ ക്രിസ്ത്യാനി, ഒരു ഭാരതീയ ഹിന്ദു, ഒരു ഭാരതീയ മുസ്ലിം, അവർക്കെല്ലാവർക്കും ഭാരതീയതയെ താല്പര്യമുള്ള, ഭാരത സംസ്കാരത്തെ താല്പര്യമുള്ള, അവരുടെ രാജ്യത്തെ ആ സ്വാതന്ത്ര്യ സമര സമയത്ത് അവരാഗ്രഹിച്ച സ്വദേശ്, സ്വരാജ്, സ്വയം പര്യാപ്തത, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവർക്ക് നല്ലൊരു കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ ട്രിവാൻഡ്രത്ത് വന്ന റിസൾട്ട് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു തുടക്കം മാത്രമാണ്. ഒരുപാട് പേര് ഇനിയും നമ്മുടെ ഭാരതീയതയെ കളിയാക്കുക. വന്ദേ മാതരം എന്ന് പറയാൻ അവർക്ക് ലജ്ജ. അല്ലാഹു അക്ബർ രാവിലെ തൊട്ട് 4 നേരം പറയുന്നുണ്ട് ഇവിടെ. ഹല്ലേലൂയ പറയുന്നുണ്ട് 4 നേരം. അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ഭാരത് മാതാക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ വന്ദേ മാതരം എന്നോ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉപയോഗിച്ച, അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും ഉപയോഗിച്ച ആ സ്ലോഗൻസ് ഉപയോഗിക്കാൻ നമുക്ക് മടിയാണ്. അതിനെന്തോ ഒരു അർത്ഥം നമ്മൾ കണ്ടെത്തുകയാണ്, ഇല്ലാത്ത അർത്ഥങ്ങൾ. നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നത് മാതിരി, സേവിക്കുന്നത് മാതിരി, ശുശ്രൂഷിക്കുന്നത് മാതിരി, ബഹുമാനിക്കുന്നത് മാതിരി നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെ ബഹുമാനിക്കുന്നു എന്നാണ് ഈ വന്ദേ മാതരം എന്നതിൻ്റെ അർത്ഥം. അതിന് ഹിന്ദുക്കൾക്കാണെങ്കിൽ വസ്തുതത്തിൽ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഒരു തടസ്സമില്ല വന്ദേ മാതരം എന്ന് പറയാൻ. കാരണം അവരൊക്കെ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. ചെറിയൊരു തടസ്സം തോന്നുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ്. അവരുടെ ധാരണ ഇതൊരു വിഗ്രഹാരാധനയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് വിഗ്രഹാരാധനയല്ല. വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് വിഗ്രഹാരാധന എന്ന് പറയാം. പക്ഷേ നമ്മൾ ആ കോൺസെപ്റ്റിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളതിനെ ജയ് വിളിക്കുന്നതെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് മോദിജിക്ക് ജയ്ന്ന് വിളിക്കാം, പിണറായിക്ക് ജയ്ന്ന് വിളിക്കാം, രമേശ്ക്ക് ജയ്ന്ന് വിളിക്കാം, രാജീവ് ചന്ദ്രശേഖർക്ക് ജയ്ന്ന് വിളിക്കാം. ഇതൊക്കെ വെറും മനുഷ്യരല്ലേ, ദൈവ. അപ്പോൾ ഭാരത് മാതാക്ക് ജയ്ന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത്രയേ ഉള്ളൂ. അതിനെ ഒരു വലിയ എന്തോ ബലൂൺ പോലെ വീർപ്പിച്ചൊരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് രണ്ട് സമുദായം തമ്മിൽ അടുപ്പിക്കാനായിട്ടും അടിക്കാനായിട്ടും വോട്ടുകൾ പിരിക്കാനായിട്ടും അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? വാസ്തവത്തിൽ വേണ്ടത് എന്താണ്? നമ്മളെ റോഡിൽ ഇത്രയും ഗട്ടർ ഉണ്ടാകാൻ പാടില്ല, നമ്മളെ റോഡിൻ്റെ സൈഡിൽ ഇത്രയും വേസ്റ്റ് കിടക്കാൻ പാടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജ് എല്ലാം കവിഞ്ഞൊഴുകിയിട്ട് ഇവിടെ ഒരു പാതാളം മാതിരി. എവിടെയാണ് ഗട്ടറിന് പിടികിട്ടാത്ത ഒരു സ്കൂട്ടറുകാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആ സ്കൂട്ടർ ഓടിക്കാത്ത അതുകൊണ്ടാണ്. പക്ഷേ ഗട്ടർ എവിടെ വേണമെങ്കിൽ വരാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ പോയി. കാരണം വീണ് പോയാലേ അത് പിന്നെ ആരെങ്കിലുമൊക്കെ ചെളി തെറിപ്പിച്ചും പോവും. ഇനി അതൊക്കെ പോട്ടെ, അങ്ങേയറ്റത്തെ വിലകയറ്റം. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഇരട്ടി കൂടുതലാണ് ഇവിടുത്തെ വിലക്കയറ്റം. 8.9 പോലും ഇൻഫ്ലേഷൻ. 5-1 വിദ്യാസമ്പന്നനായ കുട്ടിക്ക് ജോലിയില്ലാത്ത അവസ്ഥ. വിദ്യയുണ്ട് പക്ഷേ ജോലിയില്ല. ഒരു വികസനവും റോഡുകൾക്കോ റെയിലുകൾക്കോ സ്റ്റേഷനുകൾക്കോ എയർപോർട്ടിനോ വരുന്നില്ല. ഒരു വികസനം വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്നത് മോദിജി. ആ മോദിജി കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നം. അതായത് മോദിജി അല്ല കൊണ്ടുവന്നത്, അപ്പോൾ ഇതെന്തൊരു ചാണകമാണ്, എന്തൊരു സംഖ്യയാണ്. ഇത്രയും ഡെറോഗേറ്ററി ആയിട്ട്, ഇത്രയും ഇൻസൾട്ടിങ് ആയിട്ട് ആൾക്കാരെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. തിരിച്ച് അതേ ലെവലിൽ അവർ തിരിച്ച് മറുപടി തന്നാണ്ടല്ലോ നമ്മളെ രാജ്യത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ ഇവിടുത്തെ ആളുകൾ എത്ര സെൻസിറ്റീവാണ്. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ലേ? അവരതേപോലെ എടുത്താലോ ഇൻസൾട്ട്? അവരെടുക്കുന്നില്ല എന്നാണ് സത്യം. അവർ പിന്നെയും സ്നേഹിക്കുകയാണ് കേരളത്തെ. നമ്മളാണ് തിരിച്ച് സ്നേഹം കാണിക്കുന്നത്. നമ്മളാണ് കാണിക്കുന്നത് ഞങ്ങൾ ഇസ്ലാമിൻ്റെയും ഞങ്ങൾ ക്രിസ്ത്യൻസിൻ്റെയും ആളുകളാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ ആളുകളാണ്, ഫോളോവേഴ്സാണ്, നമ്മൾ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്, നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരാണ്.
അത് നമുക്ക് ഹിന്ദുസിനെ കാണുമ്പോഴേ അങ്ങോട്ട് അവരുടെ ഇതിനെ കാണുമ്പോഴത്തേക്ക്, അവരുടെ രീതികളെ കാണുമ്പോഴത്തേക്ക് നമുക്കങ്ങ് വെറുപ്പും വൈരാഗ്യം എന്തോ ഒരു സംതിങ് ആണ്. ഈ പറയുന്ന ആളുകൾ പിന്നെ നമ്മൾ പറയുന്ന ഈ ദൈവത്തെ സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ? അവരാരെങ്കിലും നിങ്ങളെ വീട്ടിൽ വരുന്നുണ്ടോ? ഇന്ന വിഗ്രഹത്തെ നമസ്കരിക്കാൻ ഒരു 10 രൂപ തരുമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടോ? ഇന്ന വിഗ്രഹത്തെ എനിക്കൊന്ന് നമസ്കരിക്കണം, അതിനെന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നുണ്ടോ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? അവർ ഞങ്ങളുടെ ഒരു വിഗ്രഹമുണ്ട്, ആ ദേവനെ നമ്മളെല്ലാവരും വിശ്വസിക്കണം, അപ്പോൾ നിങ്ങളും വരണം ആ പരിപാടിക്ക്, നാളെ നിങ്ങൾ ആ ദൈവനെ ആരാധിക്കണം. ആരാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിച്ച് നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും, നിങ്ങളെ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്, നിങ്ങൾ വണ്ടി കയറി അതിൽ വരണം. ഇനി വണ്ടി കയറി നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ 2-3 ആൾക്കാരെ വിട്ടിട്ട് നിങ്ങൾക്ക് സ്ട്രെച്ചറിലാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി അവിടെ ആ വിഗ്രഹത്തിന് മുമ്പിലിരുത്തി ഞങ്ങൾ നിങ്ങളെ നമസ്കരിച്ച് തിരിച്ചു വിടാം. ഉണ്ടോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളെ മോനും ജോലിയില്ലേ, ഞങ്ങൾ ജോലി മേടിച്ചുതരാം, നിങ്ങൾ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ നമസ്കരിച്ചാൽ മാത്രം മതി, മാറ്റി ബാക്കിയൊക്കെ നിങ്ങൾ വിടും. നിങ്ങൾക്ക് മോന് എന്താ കല്യാണം നടക്കുന്നില്ലേ, നിങ്ങൾ വരി ഞങ്ങളുടെ വിഗ്രഹത്തിൽ നിന്ന് നമസ്കരിച്ചാൽ നിങ്ങളുടെ മോനെ കല്യാണം നടത്തിത്തരാം. നടക്കും. അതാണ് അവരാരും ഞാൻ പറയുന്നുണ്ടോ? ഒരു ദൈവത്തെ ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നത് ഈ പറയുന്ന തുക്കട സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ ദൈവം എന്ന് പറഞ്ഞാൽ സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപി, സകലത്തെയും സൃഷ്ടിച്ചവനാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച ആ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പെണ്ണ് കിട്ടുമോ, എനിക്ക് കുറേ പൈസ കിട്ടുമോ, എനിക്ക് നല്ല ജോലി കിട്ടുമോ, ഇതിനു വേണ്ടി അവൻ ആ ദൈവത്തെ അന്വേഷിക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെയും നമ്മുടെ സുവിശേഷത്തിൻ്റെയും നമ്മുടെയും വില കുറയ്ക്കുകയാണ്. അവരുടെ അടുത്ത് പോയിട്ട് നമ്മളിതുമാതിരിയാണ് കാണിക്കുന്നത്. അതിപ്പോൾ ഞാൻ അതിനെ തിരിച്ചിങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചേ. അതാണ് അവർക്കും തോന്നുക. നമ്മൾ വന്നിട്ട് അപ്പോഴാണ് അവർ പറയുക ഞങ്ങളെ ഫോഴ്സ് ചെയ്യുകയാണ്. ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, നമുക്കറിയാം നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ തോന്നുന്നത്. നമ്മളവരെ സ്നേഹിക്കുകയാണ്. പക്ഷെ ആ സ്നേഹം അവർക്ക് വേണ്ടെങ്കിലോ? ഞാനങ്ങ് സ്നേഹിക്കുകയാണ്, ആ സ്നേഹം അവർക്ക് വേണ്ടെങ്കിലോ? ഇടിച്ചു കയറി നമ്മൾ അവരെ അങ്ങോട്ട് വലിച്ചഴച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചാൽ മതി. അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ നിങ്ങളടുത്ത് വരും. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നന്മ നിങ്ങൾ അവർക്ക് ചെയ്യാം. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെയ്താൽ മതി. ഇത് ഓവറായിട്ട് ചെയ്തിട്ട് അവരെ അങ്ങോട്ട് ഈ ദൈവം എന്ന് വിശ്വസിപ്പിക്കാൻ നടക്കണം. ദൈവത്തിന് കഴിയൂലേ ദൈവമാണെന്ന് വിശ്വസിപ്പിക്കാൻ? എന്നെക്കൊണ്ട് ദൈവമാണെന്ന് വിളിപ്പിച്ചില്ലേ? അപ്പോൾ ചില ആളുകൾ മനോജിന് ഇപ്പോൾ BJP ആണല്ലോ, അപ്പോൾ ജയ് ശ്രീറാം എന്ന് പറയാൻ പറ്റുമോ? എന്നോട് ചോദിച്ചാണ് ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ, ഞാൻ 4-5 പ്രാവശ്യം എല്ലാ ദിവസവും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നുണ്ട്. അള്ളാഹു അക്ബർ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഇല്ലല്ലോ. പക്ഷേ ഞാൻ എൻ്റെ ഈ സംസാരങ്ങൾക്കകത്ത് ഈ ടെററിസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയോ ഒക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വിശ്വാസത്തോടെയാണോ ഞാൻ പറയുന്നത്? അല്ല. അപ്പോൾ എനിക്ക് ജയശ്രീറാം എന്ന് പറയാൻ എന്താ കുഴപ്പം? എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. രാമനെ ഒരു നല്ല രാജാവായി കണ്ടുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ജയശ്രീറാം എന്ന് പറയാം. ഈ ബജറംഗ് ദൾക്കാരെല്ലാവരും ഇടിച്ചു കയറി എല്ലാവരെയും ആക്രമിച്ച് എല്ലാവരെയും കൊണ്ട് ജയ് ശ്രീറാം എന്ന് പറയിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ജയ് ശ്രീറാം എന്ന് പറയാം. പറഞ്ഞൂടെ? മര്യാദ പുരുഷോത്തമനാണ് രാമൻ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ജയ് ശ്രീറാം എന്ന് പറയാം. പറഞ്ഞൂടെ? എന്താണോ ഇതിന് ഇത്രയും വലിയ ഇഷ്യൂ ആക്കുന്നത്? എന്നോട് പറഞ്ഞ് നിനക്ക് അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ടെററിസ്റ്റിനെ കൊണ്ടുപോവാ, ഞാൻ അവൻ്റെ മുമ്പിൽ അള്ളാഹു അക്ബർ എന്ന് പറയാം. പക്ഷെ അവൻ ജയ് മെസ്സി എന്ന് പറയണം, അവൻ പറയോ? അവൻ ജയ് കാളിമ എന്ന് പറയണം, അവൻ പറയോ? അവൻ ജയ് ശ്രീറാം എന്ന് പറയണം, അവർ പറയോ? എന്താ പറയാത്തത്? അതൊന്നും ശരിയല്ല. ഇത് ശരിയാ? മറ്റവനെ കൊണ്ട് അങ്ങ് പറയിപ്പിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അവനെ കൊല്ലുക, ശരിയാത്? എവിടുത്തെ ശരിയാത്? അവനെ സ്നേഹിച്ച ആ ദൈവത്തിൻ്റെ വില കൂടെ കളയുന്ന പരിപാടിയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ ദൈവത്തെ തെളിയിക്കാൻ ഇപ്പം ഞാൻ എത്രയോ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ കർത്താവാണ് ശരിയായ മാർഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയത്, സ്നേഹവാനായ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മളെ ദൈവമാണ് ദൈവം എന്ന് നമുക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങ് സ്ഥാപിച്ചേ മതിയാവൂ എന്നുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല. യേശു ക്രിസ്തു അങ്ങനെ ചെയ്തോ? യേശു ക്രിസ്തുവിനെ അവൻ്റെ തന്നെ ആൾക്കാർ റിജക്റ്റ് ചെയ്തില്ലേ? അപ്പോൾ യേശു എന്താ ചെയ്തത്? അവരോട് ക്ഷമിക്കണമേ എന്നാ പ്രാർത്ഥിച്ചത്. അല്ലാതെ അവരെന്നെ സ്വീകരിച്ചില്ല, അതുകൊണ്ട് തീയിറക്കി ഫുള്ളായിട്ട് അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു. അതാണോ കർത്താവ് പറഞ്ഞത്?
കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ് നമുക്ക് തീ ഇറക്കിയിട്ട് ഇത് ഫുള്ള് ഈ പട്ടണത്തെ കൂടെ നശിപ്പിച്ചാളാം, അവർ നമ്മൾ സ്വീകരിക്കുന്നില്ല. ഏലിയാവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കർത്താവ് അവരോട് ചോദിച്ചത്, നിങ്ങൾ ഏത് ആത്മാവിനെ അധീനരാകുന്നു? ഇവരെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്, അല്ലാതെ ഇവരെല്ലാം നശിപ്പിക്കാനാണ് വന്നത്. ഇവരെന്നെ വെറുത്താലും ശരി, ഞാൻ അവരെ രക്ഷിക്കണം. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ കുട്ടീനൊരു സിനാറിയോ, ഒരു മുള്ള് തറച്ച ഒരവസ്ഥ, ആ മുള്ളെടുക്കാനായിട്ടൊരു ഡോക്ടർ അവരുടെ അടുക്ക് വളരെ ഇങ്ങനെ സ്നേഹത്തോടെ വന്നാൽ പോലും ആ ഡോക്ടർ ആ മുള്ളിൽ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊടണ്ട, അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ കുട്ടി ആ ഡോക്ടറെ കാണുന്നത് ഏത് രീതിയിലാണ്? ഒരു പിശാചിനെ മാതിരി, അല്ലെങ്കിൽ ഒരു ശത്രുവിനെ മാതിരിയാണ് കാണുന്നത്. കഥയാണ് കുട്ടി. പക്ഷെ കുട്ടിക്ക് അറിഞ്ഞൂടാ എന്ത്, ഈ മുള്ള് ആണ് എനിക്ക് വേദന തരുന്നത്, ഈ മുള്ളെടുക്കുന്ന ആളാണ് ഈ ഡോക്ടർ. കുട്ടി ഇങ്ങനെ കരയും, ശാഠ്യം പിടിക്കുകയും വാശി പിടിക്കുകയും അനുസരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സമയങ്ങളിൽ, ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കുട്ടിയെ മയക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയായിരിക്കും, വളരെയധികം കെയർഫുള്ളായിട്ട് സ്നേഹിച്ച് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചായിരിക്കും അത് എടുത്തുണ്ടാവാം. പക്ഷെ ആ എടുക്കുന്ന സമയത്ത് ആ കുട്ടി മുഴുവൻ, ആ സമയം മുഴുവൻ കുട്ടി ചിലപ്പോൾ ചീത്ത വിളിക്കായിരിക്കും ആ ഡോക്ടറെയും അവിടെ വീട്ടുകാരെയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കരയായിരിക്കും. അതൊരു വില്ലനെ മാതിരിയായിരിക്കും കുട്ടി ആ വ്യക്തിയെ കാണുന്നത്. എന്നിരുന്നാലും ഇവൾ നമ്മളെ സ്വീകരിക്കുന്നില്ല, ഈ കുട്ടി നമ്മളെ ഒരു നല്ല വ്യക്തിയായിട്ട് കാണുന്നില്ല, നമുക്ക് തീ ഇറക്കി അവളെ അങ്ങ് കൊല്ലാം എന്ന് ഡോക്ടർ പറയും. അവിടെ എന്നാൽ ആ കുട്ടീനെ മുള്ള അങ്ങ് എടുക്കണ്ട, ആ മുള്ളു നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുട്ടി അങ്ങ് മുള്ളുകൊണ്ട് അങ്ങ് പുതയ്ക്കാം എന്ന് ഡോക്ടർ പറയും? ഇല്ലല്ലോ. അതെന്താ പറയാത്തത്? അതേമാതിരിയാണ് ദൈവം. നമ്മളെ ഡോക്ടർമാർക്ക്, ദോഷികളായ ഈ ലോകത്തിലെ മനുഷ്യർക്ക് മറ്റുള്ളവരെ ഇത്ര സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ കർത്താവ് ഏത് രീതിയിലായിരിക്കും സ്നേഹിക്കുന്നത്? കർത്താവിനെ ക്രൂശിച്ചവരെ പോലും കർത്താവ് സ്നേഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ളൊരു ദൈവത്തെ സേവിക്കുന്നത് നമ്മൾ എത്ര അധികം സ്നേഹമുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മളെ അവർ എതിർത്തു, നമ്മളെ അവർ ബഹുമാനിച്ചില്ല, നമുക്കൊരു ആദരവ് തന്നില്ല, നമ്മളെ കെട്ടിപ്പിടിച്ചില്ല, നമ്മളെ അവർ സ്നേഹിച്ചില്ല, നമ്മൾ പറഞ്ഞ വാക്ക് അവർ നിരസിച്ചു, നമ്മൾ പറഞ്ഞ അവർ സ്വീകരിച്ചില്ല. ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഒരുപാടുണ്ടാകും. നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ തീയിറക്കി കൊല്ലാനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുക. എന്നാലും അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അതല്ല നിങ്ങൾ പറയേണ്ടത്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ അവരോട് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. അത് നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചതാണ്, നമ്മളെ കർത്താവ് ചെയ്തത് അതാ. അപ്പോൾ നിങ്ങളുടെ മതത്തിന് എതിരാണ് എന്ന് തോന്നിയാൽ പോലും നിങ്ങൾ ആ വ്യക്തികളെ സ്നേഹിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. സ്നേഹത്താൽ മറ്റുള്ളവരെ നേടാനാണ് കർത്താവ് പറഞ്ഞത്. ഫോഴ്സ് ചെയ്തിട്ടോ അവരെ പറ്റി കുറേ അപവാദങ്ങൾ, അവരുടെ ദൈവങ്ങളെപ്പറ്റി കുറേ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടോ അവരെ നേടണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ക്രിക്കറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, അത് സച്ചിൻ തെണ്ടുൽക്കറാണെന്ന് വിചാരിക്കുക. ആ സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി ഇല്ലാത്ത സകലമാന കഥകളും ഉണ്ടാക്കിയിട്ട് ഞാൻ ആ സച്ചിൻ തെണ്ടുൽക്കർ വളരെ മോശമായിട്ട് അങ്ങ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പിന്നെ ഞാൻ പറയാണ് വസീം അക്രമാണ് നല്ല പ്ലെയർ. നിങ്ങൾ വസീം അക്രത്തെ സ്വീകരിക്കൂ. വസീം അക്ര ആയിരിക്കും ചിലപ്പോൾ നല്ല പ്ലെയർ, എന്നാലും നിങ്ങൾക്ക് സച്ചിൻ തെണ്ടുൽക്കറിനെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തിട്ട് വേറൊരു വ്യക്തിയെ അവൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ സ്വീകരിക്കില്ല. അതാണ് മനുഷ്യരുടെ പൊതുവേ ഉള്ള സൈക്കോളജി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ശ്രീരാമനുണ്ട്. ഇത്ര നല്ല മനുഷ്യനാണ്, ഇത്ര നല്ല ക്യാരക്ടറാണ് ശ്രീരാമൻ. ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആ വ്യക്തിയെ ബഹുമാനിച്ചുകൂടെ? ബഹുമാനിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ബഹുമാനം, ആ പദവി നിമിത്തം അവൻ്റെ യങ് ലൈഫിൻ്റെ 14 വർഷം ഒരു എല്ലാ പദവികളും ഉപേക്ഷിച്ചിട്ട്, നമ്മൾ ഈ സെർവൻറ്റ് ലീഡർഷിപ്പൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ശ്രദ്ധിച്ച് കേൾക്കണം. രാജാവാകേണ്ടവനാ, രാജാവാകാതെ ആ രാജപദവി വരെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോയി എന്താണോ അവൻ്റെ അപ്പനും അമ്മയും ആഗ്രഹിച്ചത്, വനവാസം, അത് സ്വീകരിക്കാൻ തയ്യാറായി. വനവാസത്തിൽ അവൻ്റെ ഭാര്യയും പോയി. ആ ഭാര്യ നഷ്ടപ്പെട്ടു. ആ ഭാര്യയെ വീണ്ടും എടുക്കാനായിട്ട് നോക്കുമ്പോഴും ആ ഭാര്യയെ കൊണ്ടുപോയ ദുഷ്ടൻ, ആ ദുഷ്ടനായ രാവണനെ വരെ കൊല്ലണോ വേണ്ടയോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ ചോദിക്കുക, ആ ദുഷ്ടനെ കൊല്ലണമെന്ന് വേണ്ടയോ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാം. ആ ഭാര്യയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടോ? നമ്മുടെ പെന്തോസുകാരെ ചെയ്യുമോ? അതാണ് മര്യാദ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ.